എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൊട്ടിയ കലം കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നോക്കാം. ഈ കലത്തിന് നമ്മൾ നേരത്തെ കിഴുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയ സാധനങ്ങൾ നമുക്ക് വോൾ പുട്ടിയും പിന്നെ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടെയാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് 1 കിലോ വോൾ പുട്ടിക്ക് ഒരു 1/4 കിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് അത് കുഴഞ്ഞ് ഒരു മാവ് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ടുള്ള പരുവത്തിലാക്കി എടുക്കണം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൊട്ടിയ ചട്ടിയുടെ മുകളിലേക്ക് ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ നന്നായിരിക്കും. ഗ്ലൗസ് ഇടാതെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പണിപ്പെടും കയ്യിൽ നിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വലിയ ഭംഗിയൊന്നും വേണ്ട, ഭംഗിയായിട്ടൊന്നും ചെയ്യേണ്ട, ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് പൊട്ടിയ ചട്ടി നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പാത്രങ്ങളൊക്കെ, അതായത് ചട്ടിയും കലമൊക്കെ വിൽക്കുന്ന കടയുടെ ഒക്കെ സൈഡിൽ ഇവർ പൊട്ടിയ കലങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ടാവും. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ചുമ്മാ ചോദിച്ചാൽ മതി, അവർ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയും. കാരണം അവരത് ഡിസ്പോസ് ചെയ്യാൻ എങ്ങനെയും കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നത്. അതിൻ്റെ അതൊന്നും നമുക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പൊട്ടിയ ചട്ടിക്ക് നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ചട്ടി മേടിച്ച് പൊട്ടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലൗസ് കൊണ്ട് തന്നെ വെറുതെ ആ ചട്ടിയുടെ മുകളിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്നതിന് മുകളിലോട്ട് അമർത്തിയിട്ട് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിസൈൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വെളിയിലേക്ക് വലിക്കുക. അതായത് ഗ്ലൗസാണ് നമ്മൾ ഇട്ടേക്കുന്നതെങ്കിൽ ഗ്ലൗസ് തന്നെ അങ്ങോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് പുറമോട്ട് വലിച്ചാൽ ഇതുപോലെ പുട്ടി ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഗ്ലൗസ് ഇട്ടിട്ടില്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, 50 പൈസയുടെ കവറോ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലും ഇത് പ്രസ് ചെയ്തിട്ട് മേപ്പോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡിസൈൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഭംഗിയായിട്ട് നമ്മളത് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്കെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത കലം എടുക്കാം. അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കലം എടുക്കാം. അപ്പോൾ അടുത്ത കലത്തിൽ നമ്മൾ വേറൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന ഒരു ചീപ്പാണ്. ആ ചീപ്പും കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ചീപ്പ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള രീതി നമ്മുടേതായിട്ടുള്ള വലിയ കലയൊന്നും വേണമെന്നില്ല. നമുക്ക് ഈ അബ്സ്ട്രാക്റ്റായിട്ടാണ് ഈ കലങ്ങളിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ വരയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചീപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരയാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമുക്കതിനെ വരഞ്ഞെടുക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ വരഞ്ഞ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വരഞ്ഞ് സെറ്റാക്കി എടുക്കാം. കൂട്ടുകാരെ, ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ നോക്കിയാലോ. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ പെയിൻറ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് കൊണ്ടുള്ള പെയിൻ്റ് ആയാലും മതി, കുഴപ്പമില്ല. ആദ്യം ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് യൂസ് ചെയ്താലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് പിന്നീട് നമ്മൾ അടിക്കുന്ന എല്ലാ കളേഴ്സിനും ഒരു ഡെപ്ത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് ആദ്യം യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് സ്പ്രേ പെയിൻറ്റ് തന്നെയാണ്. സ്പ്രേ പെയിൻറ്റിൻ്റെ മഞ്ഞ കളറാണ് നമ്മൾ ആദ്യത്തെ പോട്ടിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ, ഒരു 10 സെൻറ്റിമീറ്റർ
അകലത്തിൽ വെച്ചിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാൻ. കൂടുതൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴുകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി അകത്ത് വെച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂട്ടുകാരെ, പൊട്ടിയ ചട്ടികൾ കൊണ്ട് ഇങ്ങനെ നമുക്ക് മനോഹരമായ പ്ലാന്റേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അന്നേരം കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടും പച്ചക്കറികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ, ടാറ്റാ, താങ്ക് യു.